വേനൽ മഴയ്ക്ക് ഒപ്പമെത്തിയ കാറ്റും ഇടിമിന്നലും കുറവലങ്ങാട് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് സമ്മാനിച്ചത്. കാർഷിക മേഖലയ്ക്ക് ആശ്വാസം സമ്മാനിക്കുമെന്ന് കരുതിയ മഴ കാർഷിക മേഖലയ്ക്ക് പലയിടങ്ങളിലും കനത്ത പ്രകരം തന്നെയാണ് സമ്മാനിച്ചത്. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഭൂമിക്ക് ഏറെ ആശ്വാസമായി കനത്ത മഴ ലഭിച്ചുവെങ്കിലും കാർഷിക മേഖലയ്ക്കും വൈദ്യുതി ടെലിഫോൺ വിതരണ രംഗത്തുണ്ടായ കനത്ത നഷ്ടം നാടിന് ഏറെ അസ്വസ്ഥതയും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. കുറവലങ്ങാട് വില്ലേജിൽ മാത്രം മരം വീണ് 5 വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. കുറവലങ്ങാട് കോഴ മാധവപ്പള്ളിയിൽ ലൈസ ഔസേപ്പിന്റെ വീട് മരം വീണ് ഭാഗികമായി തകർന്നു. പകലോമറ്റം ചിരക്കത്തൊട്ടിൽ ഉലഹന്നൻ ചാക്കോയുടെ വീടിന്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന ഷീറ്റ് കാറ്റത്ത് പറന്നുപോയി. ചിരക്കത്തൊട്ടി മറിയത്തിന്റെ വീടിന് ഭാഗികമായ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. കാളികാവ് പൊങ്ങാനക്കരോട്ട് രവീന്ദ്രന്റെ വീട്ടിൽ തേക്ക് വീണാണ് വീടിന് കേടുപാടുകൾ ഉണ്ടായത്. വീടിന്റെ മേൽക്കൂരയിലെ ഓട് കാര്യമായി തകർന്നിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന്റെ ദിവസമാണ് കനത്ത മഴയും കാറ്റും സമ്മാനിച്ചത്. വേനലിൽ കരിഞ്ഞുണങ്ങി നിന്ന മരങ്ങളടക്കം വൈദ്യുതി ലൈനിൽ തട്ടി വീണതിനാൽ വൈദ്യുതി വിതരണ രംഗം താറുമാറായി. കുറവലങ്ങാട് സെക്ഷനിൽ മാത്രം 30ഓളം പോസ്റ്റുകൾ ഒറ്റ ദിനത്തെ മഴ കൊണ്ട് ചെരിഞ്ഞ് തകർന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ കഠിനാധ്വാനവും പരിശ്രമവും മൂലം ഒരളവ് വരെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുവാൻ കുറവലങ്ങാട് സെക്ഷനിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് സമ്മാനിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തകരാറിലാവുകയും വൈദ്യുതി പോസ്റ്റുകൾ വീഴുകയും ചെയ്തത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കി. ചിലയിടങ്ങളിൽ മരങ്ങൾ വീണും ഗതാഗത തടസ്സം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.